ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ കേരളത്തിലെ തന്നെ അധ്യാപക രംഗത്തുള്ള പ്രധാനപ്പെട്ട എല്ലാ വാർത്തകളും ഇൻഫോർമേഷൻസും അപ്ഡേറ്റ്സും നിങ്ങൾക്ക് ഉടനെ ലഭിക്കണോ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. അതോടൊപ്പം ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യും. ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് TTCയും BEdും കഴിഞ്ഞവരെ സംബന്ധിച്ച് വലിയൊരു ടെൻഷൻ തന്നെയാണ്. നിയമനങ്ങൾ നടക്കുന്നില്ല, വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നില്ല, വേക്കൻസികളില്ല, ഇനി പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നുള്ളൊരു സംശയം അല്ലെ. എന്നാൽ പഠിച്ചിട്ട് കാര്യമുണ്ട്, നിരവധി വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അതെല്ലാം PSCയിലേക്ക് റിപ്പോർട്ട് ചെയ്യും. ഉടൻ തന്നെ നിയമനങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾ അധ്യാപകരാണ്, നമ്മൾക്ക് എപ്പോഴും അവസരങ്ങളുണ്ട്. അത് നമ്മൾ പഠിക്കാതെ നമ്മളത് ഇനി പഠിക്കാം, റിപ്പോർട്ട് തുടങ്ങട്ടെ, അല്ലെങ്കിൽ നിയമനങ്ങൾ നടന്ന് തുടങ്ങട്ടെ, എന്നിട്ട് പഠിച്ചാൽ പോരെ, നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചാൽ പോരെ എന്നൊക്കെ ചിന്തിച്ചിരുന്നാൽ നമ്മൾ പുറകിലായി പോവുകയുള്ളൂ. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയ ഒരു അടിപൊളി റാങ്ക് ഉറപ്പിക്കാം, എത്രയും പെട്ടെന്ന് തന്നെ നിയമനം കയ്യിലിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഒട്ടും താമസിക്കേണ്ട, അടുത്ത LPUPക്കുള്ള പ്രിപ്പറേഷൻസ് ആരംഭിച്ചോളൂ. നമ്മുടെ എയിം സ്റ്റഡി സെന്റർ LPUPയുടെ ലോങ് ടേം ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ LPയിൽ 1000-ലധികം ആളുകളെ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തിച്ച ആ ഒരു സ്ട്രാറ്റജിയോടൊപ്പം തന്നെ ഒന്നുകൂടെ ഗ്രേഡപ്പ് ആയ ക്ലാസ്സുകളോടൊപ്പം അടുത്ത LPUPക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രിപ്പറേഷൻസ് ആരംഭിക്കാം. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്താൽ മതിയാവും കേട്ടോ. ഓക്കെ, നമ്മുടെ പ്രസീന മാമിന്റെ മെന്റർഷിപ്പോട് കൂടി വരുന്ന സ്പെഷ്യൽ ബാച്ച് ആണ്. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോ, വിജയം ഉറപ്പിച്ചോളൂ. അപ്പൊ എന്താണ് അപ്ഡേറ്റ് എന്നറിയാം. അതിനു മുമ്പ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്യാം. സംസ്ഥാനത്ത് ഒഴിഞ്ഞുകിടക്കുന്നത് 4224 അധ്യാപക തസ്തികകൾ. സംസ്ഥാന സർക്കാർ LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, VHSE സ്കൂളുകളിലായി 4224 അധ്യാപക തസ്തികകളാണ് ഒഴിഞ്ഞുകിടക്കുന്നത്. LP, UP, ഹൈസ്കൂൾ വിഭാഗങ്ങളിൽ 2734 തസ്തികകളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ HSST സീനിയർ 225ഉം HSST ജൂനിയർ 713 തസ്തികകളാണ് ഇപ്പോൾ ഒഴിവിലുള്ളത്. VHSEകളിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ 14ഉം നോൺ വൊക്കേഷണൽ ടീച്ചർ സീനിയർ 4ഉം വൊക്കേഷണൽ ടീച്ചർ തസ്തികയിൽ 378ഉം വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ തസ്തികയിൽ 156ഉം ഒഴിവുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതിൽ വൊക്കേഷണൽ ടീച്ചർ, വൊക്കേഷണൽ ഇൻസ്ട്രക്ടർ തസ്തികയിൽ വാനിഷിംഗ് കാറ്റഗറിയിൽ പെടുന്നതായതിനാൽ അവ സ്ഥിര നിയമനം നടത്തുന്നില്ല. LP, UP, ഹൈസ്കൂൾ അധ്യാപക ഒഴിവുകളിലേക്ക് കൂടുതൽ മലപ്പുറം 464, തിരുവനന്തപുരം 329, കോഴിക്കോട് 270 എന്നിങ്ങനെയാണ് നമുക്ക് വേക്കൻസികൾ വരുന്നത്. അധ്യാപക ഒഴിവുകളിൽ നിശ്ചിത ശതമാനം ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യുകയും നിയമന ശുപാർശ ലഭിക്കുന്ന മുറയ്ക്ക് ഒഴിവുകൾ നിയമനത്തിന് നടത്തുകയും ചെയ്യും. 2026-27 വർഷത്തെ തസ്തിക നിർണയത്തിന് നടപടികൾ പൂർത്തിയാക്കി തസ്തിക നഷ്ടപ്പെട്ട അധ്യാപകരെ ക്രമീകരിച്ചതിന് ശേഷം ചട്ടപ്രകാരമുള്ള ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്ത് നികത്തുമെന്നും VHSE ഒഴിവുകളിൽ ഡെപ്യൂട്ടേഷൻ, ശൂന്യവേതനാവധി പൂർത്തിയാക്കാതായ അധ്യാപകരെ തിരികെ ജോലിയിൽ പ്രവേശിക്കുന്നതിനും ഒഴിഞ്ഞുവെച്ച ഒഴിവുകൾ PSC റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. HSST ജൂനിയർ തസ്തികകളിൽ നിലവിലെ ഒഴിവുകൾ PSC മുഖേനയും തസ്തിക മാറ്റം വഴിയും നികത്തുമെന്നാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന നികത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ PSC പരീക്ഷ എഴുതിയ ആളുകളിൽ നിന്ന് തന്നെയാണ് ഇത് നികത്തുക. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നിയമനങ്ങളെല്ലാം പഴയ രീതിയിൽ തന്നെ പുനരാരംഭിക്കും. അപ്പോൾ നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്താലേ അടുത്ത LPUP എക്സാമിന് നമുക്ക് നന്നായി പെർഫോം ചെയ്യാൻ പറ്റും. ഇപ്പം നിയമനമില്ല, അയ്യോ എന്ത് ചെയ്യും, ഞാൻ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിച്ച് സമയം കളഞ്ഞാൽ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ അടുത്ത LPUPക്ക് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയാൽ ഒരു നല്ല റാങ്കിലേക്ക് എത്താം. അടിപൊളിയായി അടുത്ത വർഷം, അല്ലെങ്കിൽ അടുത്ത വർഷം 2028 തന്നെ ഗവൺമെന്റ് ടാഗ് ഇട്ടുകൊണ്ട് ഗവൺമെന്റ് സ്കൂളിൽ പോയി തുടങ്ങാം. അപ്പോൾ എന്താണ് വേണ്ടത് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ ഇതാ 15ാമത്തെ ബാച്ച് LPUPയുടെ പുതിയത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ 9446537080 നമ്പർ കോൺടാക്ട് ചെയ്യുക. എയിംസിലേക്ക് പോകുന്നുള്ളൂ, വിജയം ഉറപ്പിച്ചോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെൽ ഐക്കൺ കൂടെ എനേബിൾ ചെയ്യും.